ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഡ്രൈ സാൻഡി സ്ട്രെച്ചസ്. ഡ്രൈ സാൻഡി സ്ട്രെച്ചസ് ഉഷ്ണ മരുഭൂമികൾ എന്ന ഭാഗമാണ്. അതായത് രണ്ടാമത്തെ കാലാവസ്ഥാ മേഖല ഹോട്ട് ഡെസേർട്ടിൽ പെടുന്നവയാണ് ഡ്രൈ സാൻഡി സ്ട്രെച്ചസ്. ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇക്വട്ടോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, ഇന്ന് പഠിക്കുന്നത് ഹോട്ട് ഡെസേർട്ട്. The aboriginal tribes of Kalahari, known as Bushmen, Tuareg people of Western Sahara, Bedouins of the Arabian Desert. They are the inhabitants of the hot desert spread over the different continents of the world. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഉഷ്ണമരുഭൂമികൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ താമസക്കാരുടെ പേരുകളാണ് Aboriginal tribes of Kalahari, known as Bushmen. കാലഹാരി ഗോത്രവർഗക്കാർ, കാലഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാരാണ്. രണ്ടാമതായിട്ട് വെസ്റ്റേൺ സഹാറയിലെ ത്വാറങ് പീപ്പിൾ. അടുത്തത് അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇത്രയും പേരാണ് ഇവിടുത്തെ താമസക്കാർ. ഒന്നാമതായിട്ട് പറഞ്ഞത് Aboriginal tribes of Kalahari, known as Bushmen. ബുഷ്മെൻ ഗോത്രത്തിൽപ്പെട്ടവർ. 2 ത്വാറങ് പീപ്പിൾ. 3 ബെഡോയിൻസ്. ഇവരാണ് ഇവിടുത്തെ ഗോത്രവർഗക്കാരുടെ പേരുകൾ. They are the inhabitants. ഇവരാണ് ഇവിടുത്തെ അന്തേവാസികൾ. The lifestyle of these groups is in accordance with the climatic characteristics of this region. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും നമ്മളുടെ പേര് പറയുന്നത് പോലെ തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഉഷ്ണ മരുഭൂമിയുള്ള പ്രദേശങ്ങളാണ് ഇവിടുത്തെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത രീതിയും അത്തരത്തിലായിരിക്കും. The hot desert are located along the western margin of continents on both the hemisphere between 20 degree and 30 degree latitude. 2 അർദ്ധഗോളങ്ങളിലും 20 മുതൽ 30 ഡിഗ്രി വരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ഹോട്ട് ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ട് ആർ ലൊക്കേറ്റഡ് അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഓഫ് കോണ്ടിനെന്റ്സ് ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയർ. 2 അർദ്ധഗോളങ്ങളിലും 20 മുതൽ 30 ഡിഗ്രി വരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ഹോട്ട് ഡെസേർട്ട്. Hot desert are located along the western margin of continents on both the hemisphere between 20 degree and 30 degree latitude. ഇത് ഹോട്ട് ഡെസേർട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതാണ് ബുഷ്മെൻ. ത്വാറങ് പീപ്പിൾ, Bedouins. അവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ച് ഈ ചിത്രം നമുക്ക് വ്യക്തമായി തരുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ സസ്യജാലങ്ങൾ? ഇതിനു മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മരുഭൂമിയെ കുറിച്ചുള്ള ഒരു ചിത്രം. ഏതൊക്കെയാണിവ? മൊഹേവ്, അറ്റക്കാമ, സഹാറ, കലഹാരി, അറേബ്യൻ താർ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഇത്രയുമാണ് അവിടുത്തെ മരുഭൂമികൾ. ഇത് ഏതൊക്കെ കോണ്ടിനെന്റിലാണെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു മാപ്പ്, ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഹോട്ട് ഡെസേർട്ട് ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം കോണ്ടിനെന്റ്. സഹാറ മരുഭൂമി എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. അതുപോലെ ബാക്കിയുള്ളവ ഏത് കോണ്ടിനെന്റിലാണെന്ന് നമുക്ക് നോക്കാം. സഹാറ ആഫ്രിക്ക, കലഹാരി ആഫ്രിക്ക, അറേബ്യൻ ഡെസേർട്ട് ഏഷ്യ, താർ മരുഭൂമി ഏഷ്യ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഓസ്ട്രേലിയ, അറ്റക്കാമ സൗത്ത് അമേരിക്ക, മൊഹേവ് നോർത്ത് അമേരിക്ക. സഹാറ കലഹാരി ആഫ്രിക്കയിലാണ്. അറേബ്യൻ ഡെസേർട്ടും താർ മരുഭൂമിയും ഏഷ്യയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്
ഓസ്ട്രേലിയയിലാണ്. അറ്റക്കാമ സൗത്ത് അമേരിക്കയിലാണ്. മൊഹേവ് നോർത്ത് അമേരിക്ക. എന്തൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, കാലാവസ്ഥാ പ്രത്യേകതകൾ? ദ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. പകൽ താപം വളരെ കൂടുതലാണ്. ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. നൈറ്റ്സ് ആർ കൂൾ. രാത്രി തണുപ്പ്. സമ്മേഴ്സ് ആർ വെരി ഹോട്ട്. വേനൽക്കാലം ചുട്ടുപൊള്ളും. ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിന്റേഴ്സ്. എന്നാൽ വിന്റർ സീസണിൽ, തണുപ്പ് കാലത്ത് വളരെ കുറഞ്ഞ ചൂട് മാത്രമാണ്, ലോ ടെമ്പറേച്ചർ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് വെരി ലെസ്. മഴയുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഡേ ടെമ്പറേച്ചർ വെരി ഹൈ ആണ്, രാത്രിയിൽ തണുപ്പുണ്ട്. അതേപോലെ വേനൽക്കാലം ചുട്ടുപൊള്ളും. ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ് ഇൻ വിന്റർ. തണുപ്പ് കാലത്ത് വളരെ കുറഞ്ഞ ചൂടേ ഉള്ളൂ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് വെരി ലെസ്. മഴയുടെ അളവ് വളരെ കുറവാണ് മരുഭൂമി. Cacti and Acacia etc. form the common vegetation of this dry land with very high temperature and dry winds. ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളാണ് കാക്ടി ആൻഡ് അക്വേഷ്യ. നേരത്തെ ചിത്രം കണ്ടതാണ്. കാക്ടി കള്ളിമുൾച്ചെടിയും അക്വേഷ്യയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെജിറ്റേഷൻ ചെടികൾ. The cacti have no leaves. കള്ളിമുൾച്ചെടിക്ക് എന്തില്ല? നോ ലീവ്സ്, ഇലകൾ ഇല്ല. ഓൺലി ഫ്ലഷി സ്റ്റെം, കാണ്ഡം മാത്രമേ ഉള്ളൂ. Why is it so? Find out. എന്തുകൊണ്ടാണ് കാണ്ഡം മാത്രമുള്ളത്? ഇലയില്ല, കാണ്ഡം മാത്രം എന്തുകൊണ്ടായിരിക്കും? വെള്ളത്തിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദൂരെയുള്ള വെള്ളം മരുഭൂമിയിൽ വല്ലപ്പോഴും മഴ പെയ്യുന്നു, അവ വലിച്ചെടുക്കാൻ എന്തുപകരിക്കുന്നു? ഈ കള്ളിമുൾച്ചെടിയുടെ ഈ ഫ്ലഷി സ്റ്റെം, കാണ്ഡം ഉപയോഗിക്കുന്നു. A few species of animals. ഇവിടുത്തെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? Adapted to the physical condition of hot desert are seen here. Camels, donkeys, horses, fox, snakes, scorpion, lizards etc. from the fauna here. ഇവിടുത്തെ ജന്തുജാലങ്ങളുടെ പേരാണ് ക്യാമൽസ്. എന്താണ് ക്യാമൽസ്? ഒട്ടകം, ഡോങ്കി കഴുത, ഹോഴ്സസ് കുതിര, ഫോക്സ് കുറുക്കൻ, സ്നേക് പാമ്പ്, സ്കോർപിയോ തേൾ, ലിസാർഡ് പല്ലി. ഇവയാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. Hunting and cattle rearing is the major livelihood of the aboriginal tribes of the hot desert. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു? ഹണ്ടിങ് വേട്ടയാടലും, കാറ്റിൽ റിയറിംഗ് കന്നുകാലി വളർത്തലും. ഹണ്ടിങ് ആൻഡ് കാറ്റിൽ റിയറിംഗ്, വേട്ടയാടലും കന്നുകാലി വളർത്തലുമായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം, ലൈവ്ലിഹുഡ്. മീറ്റ്, മിൽക്ക്, മില്ലറ്റ്സ്, ഡേറ്റ്സ് എക്സെട്ര ഫ്രോം ദെയർ ഡയറ്റ്. അവരുടെ ഭക്ഷണം മീറ്റ് ഇറച്ചി, മിൽക്ക് പാല്, മില്ലറ്റ്സ് തിനവിളകൾ, ഡേറ്റ്സ് ഈന്തപ്പഴം എക്സ്ട്രാ ഫ്രോം ദെയർ ഡയറ്റ്. ഇതാണ് മരുഭൂമിയിലെ ഭക്ഷണക്രമം. അടുത്തത് പെർമനന്റ് സെറ്റിൽമെന്റ് ആർ ഫൗണ്ട് ഓൺലി അറൌണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട്. ഈ ഹോട്ട് ഡെസേർട്ടിൽ സ്ഥിരതാമസമുള്ളത് സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഒയാസിസ്. ഒയാസിസ് ഒയാസിസ് ആർ ദ പ്ലേസസ് വെയർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഒയാസിസ്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൌണ്ട് ദീസ് വാട്ടർ ബോഡീസ്. ഇവിടെ ചെടികളും മൃഗങ്ങളും മനുഷ്യരും താമസിക്കുന്നത് ഇതിനോട് ചേർന്നാണ്, ഈ ഒയാസിസുമായിട്ട് ചേർന്നാണ്. The Nile River Basin in Africa is an example for region with permanent settlement in hot desert. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നൈൽ റിവർ ബേസിൻ. നൈൽ നദിയുടെ തീരത്ത്, ആഫ്രിക്കയിലെ നൈൽ നദിയുടെ തീരത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ റിയറിംഗ് ആർ ദ മേജർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ദ നൈൽ ബേസിൻ. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ കാർഷിക പ്രവർത്തനങ്ങൾ. Wheat, maize, fruits, vegetables, cotton etc. are the major agricultural crops here. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ വീറ്റ്, ഗോതമ്പ്, മെയ്സ്, ചോളം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കോട്ടൺ എന്നിവയാണ് പ്രധാനപ്പെട്ട ക്രോപ്സ്. ഇവിടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. ഈജിപ്റ്റ്, ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈലിന്റെ ദാനമാണ് ഈജിപ്റ്റ്. ഈജിപ്റ്റ് ഈസ് ആപ്റ്റ്ലി കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്തിനെ പറയുന്ന പേരാണ് നൈൽ നദിയുടെ ദാനം. Most regions here are desert. ഇവിടുത്തെ പല പ്രദേശങ്ങളും മരുഭൂമിയാണ്.
The only exception is the Nile Basin. ഒറ്റ ഇതിനൊരു ഉപവാദമാണ് ഈ നൈൽ നദി. നൈൽ നദിക്ക് മാത്രമേ ഇവിടെ നിന്നുള്ള ജനവാസ കേന്ദ്രങ്ങളുള്ളൂ, ബാക്കിയൊക്കെ മരുഭൂമിയുള്ള സ്ഥലമാണ്. The Nile Basin has not only witnessed the emergence of the early civilization, but it also provides water and fertile soil. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ നദീതട സംസ്കാരത്തെക്കുറിച്ച്. അതിന്റെ ഉറവിടമാണ് നൈൽ നദീതടം. അതേപോലെ തന്നെ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ, ജനങ്ങൾക്കുള്ള വെള്ളവും ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടമായ മണ്ണും പ്രദാനം ചെയ്യുന്നത് നൈൽ നദിയാണ്. Which enables agriculture in the country. The Nile Basin is one among the most densely populated areas in the world. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഈ നൈലിന്റെ തീരത്താണ്. Nile is also described as the life blood of Egypt. ഈജിപ്തിന്റെ ജീവരക്തം എന്നാണ് നൈലിനെ വിശേഷിപ്പിക്കുന്നത്. ലൈഫ് ബ്ലഡ് ഓഫ് ഈജിപ്ത്, ഈജിപ്തിന്റെ ജീവരക്തമാണ് നൈൽ. Most of the hot deserts are rich in mineral deposits. ധാതു ലവണങ്ങളാൽ സമ്പന്നമാണ് hot desert. The mining of these minerals led to the development of these regions. ഖനനമാണ് ഈ പ്രദേശത്തെ വികസനത്തിന് ആധാരം. Mining. This development attracted people from other parts of the world. അതുകൊണ്ട് തന്നെ മറ്റുള്ള ലോകത്തിലെ മറ്റുള്ള പ്രദേശത്തുള്ള ആളുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നത് ഇവിടുത്തെ ഖനനമാണ്. All the major cities in the desert region of the world have evolved in this manner. The cities of the Arabian countries are of this kind. അത്തരത്തിൽ വളർന്നു വന്ന ഒരു പ്രദേശമാണ് അറേബ്യൻ കൺട്രീസ്. കാരണം ഇവിടെ ഖനനം ചെയ്തെടുക്കുന്നത് ഓയിലുകളാണ്, അല്ലെ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഓയിലുകൾ ഖനനം ചെയ്ത്, മൈനിങ്ങിലൂടെ ഖനനം ചെയ്ത് രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റിന്റെ പാതയിലേക്ക് വരുന്നു. As you know, it is the petroleum deposit which has contributed to the development of these cities. പെട്രോളിയത്തിന്റെ നിക്ഷേപം ഈ നഗരങ്ങളെയൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്താണ്? Light colored loose fitting garments are commonly worn by the desert dwellers. ഇവിടെ താമസക്കാർ, ഹോട്ട് ഡെസേർട്ടിൽ താമസം ഉള്ളവർ ധരിക്കുന്ന ഡ്രസ്സ് ലൈറ്റ് കളേർഡ് ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ. ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്, അയഞ്ഞ വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കുന്നത്. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ഇവർ ധരിക്കുന്നു. ടർബൻസ് പാർഷ്യലി കവറിംഗ് ദ ഫേസ് ആർ അനദർ സ്പെഷ്യാലിറ്റി ഓഫ് ദർ ഡ്രസ്സിംഗ്. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു, ടർബൻസ് പാർഷ്യലി കവറിംഗ് ദ ഫേസ്, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾ. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നത്. മൺകാറ്റ്, പൊടിക്കാറ്റ് ഇവയൊക്കെ അവരുടെ തലയിലും മുഖത്തും ഒന്നും അടിക്കാതിരിക്കാനായിട്ടാണ് ടർബൻസ് പാർഷ്യലി കവറിംഗ് ദ ഫേസ്, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങൾ ഇവരെ ധരിക്കുന്നത്. ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ. എന്താണ് ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്? ക്യാമൽസ്. Camel are the common animal of the desert. ഡെസേർട്ടിലെ പ്രധാനപ്പെട്ട അനിമലാണ് ക്യാമൽ. Camel are largely relied on for traveling and for carrying load. ഇവിടെ വിവിധ വസ്ത്രങ്ങൾ, വിവിധ തരത്തിലുള്ള സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടകങ്ങൾ ഉപയോഗിക്കുന്നത്. That is why camels are described as the ships of the desert. അതുകൊണ്ടാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. The camels survive in the hostile desert condition thanks to their capacity to store water within the body and to maintain a moderate body heat. അതിന്റെ ശരീരഘടന എന്ന് പറയുന്നത് വളരെ കുറച്ച് കിട്ടുന്ന ജലം സൂക്ഷിച്ചു വെക്കാനായിട്ട് ക്യാമൽസിന് പ്രത്യേകമായ ഒരു കഴിവ് ഉണ്ട്. Joint toes help them from sinking in sands. വിരലുകളുടെ അടുപ്പം മണലിൽ താഴാതെ ഒട്ടകത്തെ സഹായിക്കുന്നു. കാലിന്റെ വിരലുകളുടെ അടുപ്പം, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിട്ടുള്ള കാൽവിരലുകൾ മണലിൽ പൂന്തിപ്പോകാതെ ഒട്ടകത്തെ സഹായിക്കും. Double eyelids and long eyelashes protect them
ഫ്രം ദ സാൻഡി വിൻസ്. മണൽക്കാറ്റിൽ നിന്നും ഒട്ടകങ്ങളെ സംരക്ഷിക്കുന്നത് നീണ്ട കൺപോളകൾ അല്ലെങ്കിൽ ഇരട്ട കൺപോളകളാണ്. ഓക്കെ, ഇത്രയും ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഹോട്ട് ഡെസേർട്ടിൽ. ഇതിൽ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നും കൂടെ പറയാം. പ്രധാനപ്പെട്ടത് ഹോട്ട് ഡെസേർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എവിടം തൊട്ട് എവിടം വരെയാണെന്നാണ് പറയുന്നത്. ഹോട്ട് ഡെസേർട്ട് ലൊക്കേഷൻ 20° and 30° latitude. Western margin of continent on both the hemisphere between 20° and 30° latitude. രണ്ട് അർദ്ധഗോളങ്ങളിലും 20° മുതൽ 30° വരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ഹോട്ട് ഡെസേർട്ട്. ഇവിടുത്തെ താമസക്കാരുടെ പേരുകളാണ് ആരൊക്കെ? ട്വാറങ് പീപ്പിൾസ്, ബെഡോയിൻസ്, ബുഷ്മെൻ. ഇവരാണ് ഇവിടുത്തെ താമസക്കാർ. ബുഷ്മെൻ, ട്വാറങ്, ബെഡോയിൻസ്, ഇവരാണ് ഇവിടുത്തെ താമസക്കാർ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഹോട്ട് ഡെസേർട്ട് കോണ്ടിനെന്റ് ഓർത്തിരിക്കണം. Climatic characteristics: day temperature very high, nights are cool, summers are very hot, hot temperature is experienced in winters, amount of rainfall is very less. ഇതൊക്കെയാണ് ഇവിടുത്തെ വെജിറ്റേഷൻസ്, കാക്ടി ആൻഡ് അക്വേഷ്യ. ഫോണ: camels, donkey, horse, foxes, snake, scorpion, lizards. then ഇവിടുത്തെ livelihood, hunting and cattle rearing. then permanent settlement ഇവിടെ കാണപ്പെടുന്നത് ഒയാസിസ് കേന്ദ്രീകരിച്ചാണ്. ഒയാസിസ് ആർ ദ പ്ലേസസ് വെയർ വാട്ടർ ഇസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. ഉഷ്ണമരുഭൂമിയിൽ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളെ പറയുന്ന പേരാണ് ഒയാസിസ്. ഇവ കേന്ദ്രീകരിച്ചാണ് പ്ലാന്റ്സ്, ആനിമൽ, ഹ്യൂമൻ ഹാബിറ്റേഷൻസ് സ്ഥിതി ചെയ്യുന്നത്. ഗിഫ്റ്റ് ഓഫ് നൈൽ, ഈജിപ്റ്റ്. ലൈഫ് ബ്ലഡ് ഓഫ് ഈജിപ്റ്റ്, നൈൽ. Red dress, light-colored, loose-fitting garments are commonly worn by desert dwellers. Turbans partially covering the face are another specialty of their dressing. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം. ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് ക്യാമ്പ്. ഇത്രയും ഭാഗം പഠിക്കുക. ഓക്കെ.